നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ ഫ്രണ്ട്സിനെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥയിലേക്ക് കിടക്കാം. സെലീനയെ നിക്കാഹ് ആലോചിച്ച് ഇടയില് വീട്ടിലെ അബ്ദുൽ സലാം ആളെ പറഞ്ഞു വിട്ടപ്പോൾ സെലീനയുടെ ബാപ്പ റഷീദ് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. സലാം എവിടെ നിൽക്കുന്നു, താൻ എവിടെ നിൽക്കുന്നു. മാത്രമല്ല, സലാം പ്രസിഡന്റായിട്ടിരിക്കുന്ന സഹകരണ ബാങ്കിൽ തനിക്കാണെങ്കിൽ ലക്ഷങ്ങളുടെ കടവുമുണ്ട്. തന്റെ മൂത്ത മകൾ റസീനയുടെ നിക്കാഹിനു വേണ്ടി പുരയും വസ്തുവും വെച്ച് ലക്ഷങ്ങൾ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ താൻ ഉദ്ദേശിച്ചതുപോലെ തിരിച്ചടയ്ക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജപ്തിയുടെ വക്കുവരെ എത്തി നിൽക്കുന്നു. അപ്പോഴാ സലാമിന്റെ ഭാഗത്തു നിന്നും തന്റെ ഇളയ മകൾക്ക് ആലോചനയുമായിട്ട് വന്നത്. റഷീദിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ബ്രോക്കർ ജമാലിനോട് ചോദിച്ചപ്പോൾ സലാമിന്റെ മകൻ അജീബ് സെലീനയെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ബാപ്പായോട് പറഞ്ഞു. അവനിപ്പോൾ സെലീനയെ മതിയെന്നും പറഞ്ഞ് ബാപ്പ സലാമിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. സെലീനയോട് ചോദിച്ചപ്പോൾ അവൾ അജീബിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആളൊരു മയ്യാഗുണൻ ടൈപ്പാണെന്ന് പറഞ്ഞപ്പോൾ റഷീദിന് വല്ലാതെ ദേഷ്യം വന്നു. അജീബിനെ റഷീദും കണ്ടിട്ടുണ്ട്. ആളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഗ്ലാമറൊക്കെയാണ്. പക്ഷേ സ്വല്പം സ്ത്രൈണതയുണ്ടോ എന്നൊരു സംശയം. പിന്നെ അംഗവൈകല്യമൊന്നും ഇല്ലല്ലോ. പോരാത്തതിന് നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബവും. റഷീദ് സെലീനയെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ വീട്ടിലെ കടങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം ഒരു നിമിഷം സെലീന ആലോചിച്ചു. അവസാനം അവൾ ആ നിക്കാഹിന് സമ്മതം മൂളി. അങ്ങനെ ഒരു ദിവസം അജീബും വാപ്പായും ഉമ്മായും എല്ലാവരും കൂടി പെണ്ണ് കാണാൻ വന്നു. വന്നപാടെ അജീബ് ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ പോലെ വാപ്പായുടെയും ഉമ്മായുടെയും നടുക്കാണ് സെറ്റിയിലിരുന്നത്. റഷീദും സലാമും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. സെലീനയെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതല്ലേ, പിന്നെ നമുക്കൊരു നല്ല ദിവസം നോക്കിയാൽ പോരെ, അജീബിന്റെ വാപ്പ സലാമ് പറഞ്ഞു. മാത്രമല്ല, അടുത്ത മാസം നോമ്പും തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് ഈ നിക്കാഹ് നടത്തണം. റഷീദ് പൈസക്കൊന്നും വിഷമിക്കണ്ട, നീ നാളെ സൊസൈറ്റിയിലോട്ട് വാ. റഷീദ് അവിടെ വെച്ചിരിക്കുന്ന പ്രമാണം ഒന്ന് പുതുക്കിയെടുക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കാം. ഇനി നമ്മൾ ബന്ധുക്കളൊക്കെ അല്ലേ. റഷീദിനൊരു പോരായ്മ വരുന്നത് അതെനിക്കും ബാധകമല്ലേ. സലാമിന്റെ ആ സംസാരം റഷീദിനും മകൾക്കും വളരെ ആശ്വാസമായി. നാളെ സെലീനയും കൂടി ബാപ്പായുടെ കൂടെ ബാങ്കിലേക്ക് പോരെ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പെണ്ണ് കാണാൻ വന്നവർ ഇറങ്ങി. താൻ എന്തിനാണ് ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞതെന്ന് സെലീനയ്ക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ആ, എന്തെങ്കിലും കാര്യം കാണും മോളെ, റഷീദ് മകളോട് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ബാപ്പായും മോളും കൂടി ബാങ്കിൽ ചെന്നു. ചെന്നപാടെ പ്രസിഡന്റ് സലാമുമായിട്ട് സംസാരിച്ചു. ലോൺ സെക്ഷനിൽ പോയി ഒന്ന് സംസാരിക്കാനെന്നും പറഞ്ഞ് റഷീദിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. സലാം മരുമകളോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പെട്ടെന്ന് സലാം പറഞ്ഞു, മോളെ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. സെലീന അമ്മായിയപ്പനെ ഒന്ന് നോക്കി. മോൾക്കറിയാമല്ലോ, എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. അവനാണ് എന്റെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി. ഈ നിക്കാഹ് കഴിഞ്ഞാൽ മോളും കൂടി അതിന് അവകാശിയാകും, സലാമ് പറഞ്ഞു. സെലീന ഒന്നും മിണ്ടാതെ ഇരുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ മോള് നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടിട്ട് ഒരു തീരുമാനമെടുത്താൽ മതി. മോള് പേടിക്കൊന്നും വേണ്ട. ബാപ്പായ്ക്ക് എല്ലാം തുറന്നു പറയുന്നതാ ഇഷ്ടം. ഞാൻ വിശദമായി തന്നെ പറയാം. സെലീന ഒന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ സലാമ് വീണ്ടും പറയാൻ തുടങ്ങി. എല്ലാം കേട്ടുകഴിഞ്ഞ് ഒരു പാവയെ പോലെ ഇരിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. സലാമ് പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. സലാമിന്റെ ഭാര്യ ഷക്കീല മരിച്ചത് അജീബിന് 6 വയസ്സുള്ളപ്പോഴാണ്. അന്നു മുതൽ അവനെയും നോക്കി അവനു വേണ്ടിയാണ് താൻ ജീവിച്ചത്. തനിക്ക് ഇന്ന് വരെയും മറ്റൊരു സ്ത്രീയുമായി ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്റെ മകൻ നിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെ നന്നായി ബോധിച്ചു. അവൻ നിന്നെ കെട്ടിയാൽ ഇനി എനിക്കും കൂടി ആകുമല്ലോ. അവൻ രാവിലെ കടയിൽ പോയാൽ പിന്നെ വീട്ടിൽ ഞാനും നീയും മാത്രമേ കാണൂ. അവനാണെങ്കിൽ ഒരു മണുകുണാഞ്ചനും. അവനെ കൊണ്ടൊന്നും നിനക്ക് തൃപ്തിയാകത്തില്ല മോളെ. മാത്രമല്ല, അവൻ ഈ സ്ത്രീ വിഷയത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. അവന് പറ്റാത്തതൊക്കെ തരാൻ ഈ ബാപ്പായ്ക്ക് കഴിയും മോളെ. നിന്റെ വീട്ടിലെ എല്ലാ കടബാധ്യതകളും ഈ ബാപ്പ തീർക്കും. നിന്റെ വീട് ഈ ബാപ്പ ഒരു സ്വർഗ തുല്യമാക്കും. മോള് നല്ലപോലെ ആലോചിച്ച് ഒരു തീരുമാനം ബാപ്പ എടുത്ത് പറഞ്ഞാൽ മതി. ഇതൊക്കെയായിരുന്നു സെലീനയുടെ ഭാവി അമ്മായിയപ്പൻ പറഞ്ഞ കാര്യങ്ങൾ. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയ സെലീനയുടെ ബാപ്പ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്തായി റഷീദേ, സലാം ചോദിച്ചു. എല്ലാം ശരിയായി. എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൂ, ഞാൻ വിളിക്കാം മോളെ, സലാം അവളെ നോക്കി പറഞ്ഞു. അപ്പോഴും അവൾ നിർനിമേഷയായി ഇരിക്കുകയായിരുന്നു.
വീട്ടിൽ ചെന്ന സെലീന ആകെ വിഷമത്തിലായി. എന്റെ പടച്ചോനെ, എന്തൊക്കെയാണ് അങ്ങേര് പറഞ്ഞത്? ഇതൊക്കെ ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമോ? നിക്കാഹ് നടന്നില്ലെങ്കിൽ വീടും ജപ്തി ചെയ്ത് കൊണ്ടുപോകും. പിന്നെ താനും വാപ്പായും എങ്ങോട്ട് പോകും? സെലീനയ്ക്ക് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടിയില്ല. പിന്നെ അവൾ തീരുമാനിച്ചു, വീട്ടുകാർക്ക് വേണ്ടി അല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം. ഇതുപോലുള്ള ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഓ, വല്ലപ്പോഴും അമ്മായിയപ്പനെയും കൂടി സൂപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നിസാരമാ. അങ്ങേര് പറഞ്ഞതുപോലെ കെട്ടുന്നവന്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഒന്നുമല്ലേലും അന്യരാരുമല്ലല്ലോ, സ്വന്തം അമ്മായിയപ്പനല്ലേ. മാത്രമല്ല, അങ്ങേരുടെ കയ്യിൽ കണക്കില്ലാത്ത സ്വത്തുമുണ്ട്. തന്റെ വീട്ടുകാർ എല്ലാരും രക്ഷപ്പെടും. അവൾ ആലോചിച്ചൊരു തീരുമാനമെടുത്തു. സാധാരണ വിവാഹത്തിന് ശേഷമാ അമ്മായിയപ്പന്മാർ മരുമകളുടെ പുറകെ നടക്കുന്നത്. ഇവിടെ ഉള്ള കാര്യം അമ്മായിയപ്പൻ തുറന്നങ്ങ് പറഞ്ഞു. പിറ്റേ ദിവസം സലാമിനെ കാണാൻ വേണ്ടി അവൾ ബാങ്കിൽ പോകാൻ ഇറങ്ങി. ബാങ്കിൽ ചെന്ന് പ്രസിഡന്റിന്റെ ക്യാബിനിലേക്ക് ചെന്നു. ആഹാ, ആരാ ഇത്? മോളോ? ബാ ഇരിക്ക്. എന്താ മോളെ ഈ വഴിക്ക്? സലാം ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. ഒരു ചെറിയ പുഞ്ചിരിയോടെ സെലീന പറഞ്ഞു, പാപ്പ പറഞ്ഞതൊക്കെ എനിക്ക് സമ്മതമാ. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് ഡിമാൻഡുണ്ട്. അത് കേട്ട് സലാമിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. സെലീനയ്ക്ക് സമ്മതമാകുമോന്ന് അയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ഉഗ്രൻ പീസ് എപ്പോൾ വേണമെങ്കിലും എടുത്തു പെരുമാറാൻ പാകത്തിന് വീട്ടിൽ കിട്ടാൻ എന്തു പാടാണ്. സലാം മനസ്സിൽ ഓർത്തു. എന്താ മോടെ ഡിമാൻഡ്? സലാമ് ചോദിച്ചു. അത് ബാപ്പാ, നിക്കാഹ് കഴിഞ്ഞാൽ അജീബിക്കായേക്കാൾ കൂടുതൽ ബാപ്പായുടെ കൂടെ വേണമല്ലോ ഞാൻ കിടക്കാൻ. ഇനിയിപ്പോൾ അജീബിക്കായുടെ കൂടെ കിടക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല, സെലീന പറഞ്ഞു. ഓ, അങ്ങനെയൊന്നും വരില്ല മോളെ. സലാം ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാപ്പായ്ക്കും കൂടി വേണമെന്നേ ഉള്ളൂ അല്ലേ? സെലീനയുടെ ചോദ്യം. അയാൾ തല ഉയർത്തി അവളെയൊന്ന് നോക്കി. കുഴപ്പമില്ല ബാപ്പ, ഞാൻ റെഡിയാ. പിന്നെ നിശ്ചയം കഴിഞ്ഞാൽ കുറച്ച് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെക്കണം. ബാപ്പായ്ക്ക് സമ്മതമാണോ? ഇവളാള് കൊള്ളാമല്ലോ, സലാം മനസ്സിൽ ഓർത്തു. അല്ല മോളെ, എന്റെ എല്ലാ സ്വത്തും നിങ്ങൾക്കുള്ളതല്ലേ, പിന്നെ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമുണ്ടോ? അതല്ല ബാപ്പ, അതല്ല. ബാപ്പായുടെ മരണശേഷമായിരിക്കുമല്ലോ എഴുതിയേക്കുന്നത്. ഇതൊരുപാടൊന്നും വേണ്ട, കുറച്ച് സ്വത്ത് എന്റെ പേരിൽ എഴുതിയാൽ മതി. അത് കുഴപ്പമില്ല മോളെ, അതൊക്കെ ബാപ്പ വേണ്ടതുപോലെ തന്നെ ചെയ്യാം. എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേന്ന് തന്നെ സലാം അവളെ വിളിച്ച് അവൾ പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതമാണെന്ന് അയാൾ അറിയിച്ചു. അങ്ങനെ നിക്കാഹിന് മുൻപ് തന്നെ സലാമിന്റെ പേരിലുള്ള 2 ഏക്കർ തെങ്ങിൻ തോപ്പ് സെലീനയുടെ പേരിൽ എഴുതി കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ബാപ്പയോടൊപ്പമായിരിക്കും കിടക്കേണ്ടത്. അതോർത്തപ്പോൾ തന്നെ അവൾക്ക് നാണം വന്നു. പക്ഷേ ഓർത്തപ്പോൾ ബാപ്പായെക്കുറിച്ച് കേട്ടിടത്തോളം അജീബക്കായേക്കാൾ എന്തുകൊണ്ടും എടുക്കാനാ ബാപ്പ. അതോർത്തപ്പോൾ അവൾക്ക് എവിടെ നിന്നെല്ലാമോ തരിച്ചു കയറി. ദിവസങ്ങൾ ഓടിപ്പോയി. നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ ദിവസം തന്നെ തന്റെ കെട്ടിയവന്റെ മഹത്വം അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആദ്യ ദിനങ്ങളിലൊന്നും അമ്മായിയപ്പൻ എല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞു കാണും. രാവിലെ അജീബ് കടയിലേക്ക് പോയി. അമ്മായിയപ്പൻ ഇതെന്തു പറ്റി? തന്നോട് കൂടുതൽ എടുക്കാനൊന്നും വരുന്നില്ലല്ലോ, അവൾ ഓർത്തു. അവൾ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് സലാമിനെ അവിടെയെല്ലാം നോക്കി. ദൂരെ പറമ്പിൽ തേങ്ങ ഇടുന്നു. ബാപ്പ അതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇന്ന് മിക്കവാറും എന്തെങ്കിലും നടക്കും. ഒരാഴ്ചയായിട്ടും അജീബിക്കായെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ. ബാപ്പ എങ്കിൽ ബാപ്പ, അവൾ ചിരിച്ചുകൊണ്ട് ഓർത്തു. കുറച്ചു കഴിഞ്ഞ് സലാം അങ്ങോട്ടേക്ക് കയറി വന്നു. അമ്മായിയപ്പനെ കണ്ട സെലീന ഒരു വല്ലാത്ത നാണത്തോടെ തലകുനിച്ചു നിന്നു. അല്ല, മരുമോൾക്ക് എന്താ ഒരു നാണം? അയാൾ ചോദിച്ചു. നാണമൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം. അവൻ കടയിൽ പോയോ? സെലീന തലകുലുക്കി. ഞാനൊന്ന് കുളിച്ചേച്ചു വരാം മോളെ, ശരീരം മൊത്തം വിയർപ്പാ. സലീന വീണ്ടും തലകുലുക്കി. കുളിയെല്ലാം കഴിഞ്ഞ് സലാം തന്റെ ബെഡ്റൂമിൽ ചെന്ന് നല്ലപോലെ ഒരുങ്ങി കൂടിയ ഒരു സ്പ്രേ അടിച്ച് മരുമോളുടെ അരികിലേക്ക് ചെന്നു. മോളെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? അയാൾ ചോദിച്ചു. ഒന്നുമില്ല പാപ്പ, ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും പാചകം ചെയ്യണ്ടായോ? ഒരു കാര്യം ചെയ്, ഇന്ന് മോളൊന്നും ഉണ്ടാക്കണ്ട. ഉച്ചയ്ക്ക് ബാപ്പ ടൗണിൽ പോയി 2 മട്ടൻ ബിരിയാണി പാഴ്സൽ മേടിച്ചുകൊണ്ട് വരാം. എന്തോ പറയുന്നു? സെലീന അമ്മായിയപ്പനെ ഒന്ന് നോക്കി ചിരിച്ചു. അവൾക്ക് സന്തോഷമായി. എന്നാൽ നമുക്ക് തുടങ്ങാം മോളെ. അവൾ നാണത്തോടെ അമ്മായിയപ്പനെ ഒന്ന് നോക്കി. ഞാൻ റൂമിൽ കാണും, മോൾ അങ്ങോട്ട് പോരെ. അതും പറഞ്ഞ് അയാൾ റൂമിലേക്ക് നടന്നു. സെലീനയ്ക്ക് അത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആവേശവും സന്തോഷവും തോന്നി.
പിന്നെ അവൾ താമസിച്ചില്ല. ദാഹിച്ചു വലഞ്ഞ വേഴാമ്പലിനെ പോലെ അവൾ അമ്മായിയപ്പന്റെ മുറിയിലേക്ക് നടന്നു.